കുറച്ച് നാളായിട്ട് സി പി എമ്മിനും സി പി ഐക്കും ഇടയിൽ വലിയ സംഘർഷങ്ങൾ മീൻസ് ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. അതായത് ഒരുപാട് കാരണങ്ങൾ അതിനകത്ത് നമുക്ക് എടുത്തു പറയാനുണ്ട്. PM ശ്രീ പദ്ധതി വന്ന സമയത്തുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, പിന്നെ തോൽവി, പ്രധാനമായിട്ടും തോൽവി, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വലിയ തോൽവി, അത് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് CPI അതൃപ്തരാണ് പൊതുവെ. LDFിനുള്ളിൽ CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വയ്യ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ ഏകദേശം ഇപ്പൊ CPI LDF വിടാനുള്ള തീരുമാനത്തിലെത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതിക്കൂടെ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം CPI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി 1964 ഇത് രണ്ടായി മാറുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളായി വേർതിരിയുന്നു. എന്ന് വെച്ചാൽ ബേസിക് അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI ആണ്. അപ്പോൾ CPI എന്ന് പറയുന്ന പാർട്ടിയിൽ ഉണ്ടായ, കൊൽക്കട്ടയിൽ വെച്ചുണ്ടായ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ അസ്വാരസ്യങ്ങളും ആശയപരമായ ഭിന്നതകൾ കാരണം പാർട്ടി രണ്ടായി മാറുന്നു. അതിൽ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ അടുത്ത കാലത്ത്, ഒരു വർഷമായി അദ്ദേഹം മരണപ്പെട്ടിട്ട്, VS അച്യുതാനന്ദൻ. അപ്പം അങ്ങനെ അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവർ 80 വരെ, 79-80 വരെയുള്ള കാലഘട്ടത്തിൽ CPMന് നിന്ന് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി UDFിനൊപ്പമായിരുന്നു. അതായത് കോൺഗ്രസിനോട് ചേർന്ന് നിന്നിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം 79-80 കാലഘട്ടത്തിലാണ് ശരിക്കും CPI ഒരേ ആശയങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇടത് പാർട്ടി എന്നുള്ളൊരു പേര് CPIക്ക് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിൽക്കുന്ന RSP, UDFിനൊപ്പം നിൽക്കുന്ന RSP എന്ന റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അവരും പരസ്പരം വിളിക്കുന്ന സഖാവ് എന്നാണ് RSPക്കാർ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ CMB എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ CMB എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും പരസ്പരം അഭിസംബോധന ചെയ്യുന്ന സഖാവ് എന്ന് വിളിച്ചിട്ട്. അപ്പം കാരണം ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു വിപ്ലവ പാർട്ടികളായിട്ട് വരുന്ന ഈ രണ്ടെണ്ണം ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ UDFിനൊപ്പമാണ് എന്ന് പറയുന്ന പോലെ അന്ന് CPI ഇതിനൊപ്പം നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് UDFിനൊപ്പം. അതിനുശേഷം 80കളിലാണ്, അല്ലെങ്കിൽ 80 തുടങ്ങുന്ന ആ കാലഘട്ടത്തിലാണ് ഇവർ പിന്നെ LDFിലേക്ക് തിരിച്ചു വരികയും, അല്ലെങ്കിൽ LDFിലേക്ക് CPMനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏകദേശം എത്ര വർഷത്തെ ഒരു 4 പതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന, 4.5 പതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ബന്ധം CPMും CPIയും തമ്മിൽ കേരളത്തിലുണ്ട് എന്നുള്ള വസ്തുതയാണ്. എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പല ഘട്ടങ്ങളിലും അന്ന് നമുക്കറിയാവുന്ന പോലെ പല ആൾക്കാരും മാറി മാറി വരുന്ന സാഹചര്യത്തിൽ പോലും പാർട്ടിയിൽ ഒരു ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ CPMനോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിന്ന് CPM എന്ന് പറയുന്നൊരു വലിയേട്ട മനോഭാവത്തോടു കൂടി പെരുമാറുന്ന ഒരു പാർട്ടിയാണ് എന്നൊക്കെയുള്ള ഒരു രീതി വെച്ചിട്ടൊക്കെ മുന്നോട്ട് പോയി. അതിനിടയിലാണ് CPMനുള്ളിൽ നടന്ന ഒരു വലിയ വിഘടനവാദം അല്ലെങ്കിൽ വിഭാഗീയത തലപൊക്കി വരുന്നത്. അതായത് VS അച്യുതാനന്ദനുമായി ചേർന്ന് നിന്നുകൊണ്ട് VS അച്യുതാനന്ദൻ്റെ കാര്യങ്ങളും പിണറായി വിജയൻ എന്ന് പറയുന്ന ഔദ്യോഗിക പക്ഷമെന്നും പിന്നെ പാർലമെൻ്ററി പക്ഷമെന്ന് പറയുന്ന രണ്ട് പക്ഷമായി തിരിയുകയും ഇതിൽ VS പിണറായി എന്ന് പറയുന്ന ഒരു തമ്മിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളുമൊക്കെ CPIയെ വല്ലാതെ ഒരു കുഴക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ കാനൻ രാജേന്ദ്രൻ ശക്തമായ, ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രനായിരുന്നു. അപ്പോൾ കാനമൊക്കെ അതിന് ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം കാനത്തിൻ്റെ വിയോഗത്തോടു കൂടിയാണ് ബിനോയ് വിശ്വം പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തെല്ലാം ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ CPIക്ക് CPMനോട് വിരോധം ഉണ്ടായിരുന്നു. പക്ഷേ CPMൻ്റെ ബേസ് ഇല്ലാതെ CPIക്ക് എവിടെയും വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ തന്നെ 25 സീറ്റുകളിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM മത്സരിച്ചിട്ടുണ്ട്. അതിൽ CPIക്ക് ജയിക്കാൻ കഴിഞ്ഞ സീറ്റുകളുടെ എണ്ണം വെറും 8ആണ്. അതായത് 17 സീറ്റുകൾ കുറച്ചിട്ടാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല CPIക്ക് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ തന്നെ എത്ര പേര് ശക്തരായ നേതാക്കന്മാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എണ്ണിപ്പെറുക്കി പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പം അതിലെനിക്ക് തോന്നുന്നു ഇപ്പോൾ നേരത്തെ മുൻ റവന്യൂ മന്ത്രിയായിരിക്കുന്ന കെ രാജൻ, അദ്ദേഹത്തെ നമുക്ക് ശക്തനായ ഒരു നേതാവെന്നെടുത്ത് പറയാൻ കഴിയും ഒരു കൂട്ടത്തിൽ. പക്ഷേ നമുക്ക് GR അനിലിനെ പോലെയുള്ള നേതാക്കളൊന്നും CPIയുടെ ഒരു വലിയ വക്താക്കളാണ് എന്ന് നമുക്കൊന്നും അവകാശപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഒരു മുൻനിര നേതാക്കന്മാർ CPIയുടെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIക്ക് ഏറ്റവും കൂടുതൽ തെക്കൻ കേരളത്തിലാണ് CPIയുടെ ഒരു സ്ട്രോങ് ഫേസ് എന്ന് പറഞ്ഞാൽ. CPIയുടെ സ്ട്രോങ് ഫേസ് എന്ന് പറഞ്ഞാലും CPMൻ്റെ പിന്തുണയോട് കൂടി തന്നെ നിൽക്കുന്ന തെക്കൻ കേരളമാണ് നമുക്ക് പറയേണ്ടി വരും.
അപ്പം ഇവിടെ തെക്കൻ കേരളം എന്ന് പറയുന്നതിലേക്ക് ഇപ്പം ബിനോയ് വിശ്വം ആകട്ടെ, കാനൻ രാജേന്ദ്രൻ കോട്ടയംകാരനായിരുന്നു. അപ്പം ഇവരെല്ലാം ഇങ്ങനെ ഈ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുക. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം വടക്കുന്നുള്ളവർ തന്നെയാണ് എപ്പോഴും സംസ്ഥാന സെക്രട്ടറിഷിപ്പിലേക്ക് നിന്നിട്ടുള്ളത്. പിന്നെ അതിൽ അപൂർവമായിട്ടിരുന്ന ഒരാൾ നമ്മുടെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആലപ്പുഴക്കാരനായുള്ള VS അച്യുതാനന്ദൻ മാത്രമാണ്. ബാക്കി എല്ലാം ഈ നമ്മൾ മോസ്റ്റ് ഓഫ് എന്ന് പറയുന്ന നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ വടക്കൻ കേരളത്തിൽ നിന്നുള്ളവർക്കാണ് CPM-ലൊരു പിന്തുണ. അത് നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് സംസാരിക്കാവുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇപ്പം ഈ 25 സീറ്റിൽ നിന്നും 25-ൽ 8 പേരെ മാത്രം ജയിപ്പിക്കാൻ കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ഇതിന് തൊട്ട് മുമ്പുള്ള കാര്യത്തെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. തൊട്ട് മുമ്പുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അന്ന് ഇവർ ഒരുമിച്ച് ഭരണപക്ഷത്തിരിക്കുന്ന സമയത്താണ് ഇന്ന് UDF-കാർ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാദമാണ് PM ശ്രീ പദ്ധതി. അത് UDF ഒപ്പിടാൻ പോകുന്ന സമയത്ത് അതിന് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് എന്താ? ഇവിടെ CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ൻ്റെ മന്ത്രിയായ V ശിവൻകുട്ടി അവിടെ പോയി സംഘപരിവാറിന് വേണ്ടി വിടുവേല ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി PM ശ്രീ കരാർ ഒപ്പിട്ടു. ഇതാണ് അന്നുണ്ടായത്. എന്നാൽ ഒരു ഭരണ കക്ഷി ഇങ്ങനെയൊരു പിന്നെ സംഭവം നടക്കുമ്പോൾ അത് കാള പറ്റെന്ന് കേട്ടിട്ട് കയറെടുത്ത കൂട്ടത്തിലാണ് ശരിക്കും CPI. കാരണം അന്ന് ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇതിനെ ശക്തമായി എതിർത്തു, നിശ്ചിതമായി വിമർശിച്ചു എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. ഇപ്പോൾ P പ്രസാദ് CPI-യുടെ MLA ആണ്. അപ്പോൾ പിന്നെ അദ്ദേഹം P പ്രസാദ് ചേർത്തലയിൽ നിന്ന്. അപ്പം ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അന്ന് CPI ഒരു വലിയ വിവാദമുണ്ടാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് LDF-ൽ തുടരുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്നൊരു തോന്നൽ അന്ന് തന്നെ ഉണ്ടായി. പിന്നെ പ്രത്യയശാസ്ത്രപരമായി ഇപ്പോഴും അവർ പരിസ്ഥിതി, മണ്ണിൻ്റെ മക്കൾ വാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മിനി മാവോയിസ്റ്റ് രൂപത്തിൽ നിൽക്കുകയാണ്. മാവോയിസ്റ്റുകൾ മണ്ണിൻ്റെ മക്കൾ വാദമായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം മിനി മാവോയിസ്റ്റ് സ്റ്റൈലിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് കാലം മാറുന്നതനുസരിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ കാൾ മാർക്സ് തന്നെ പറഞ്ഞ കാര്യമില്ല, മാറ്റമില്ലാത്തതേ ഒന്നേ ഉള്ളൂ, അത് മാറ്റമാണ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ CPI എന്ന് പറയുന്നത് ഇപ്പോഴും മാറാതെ നിൽക്കുന്ന പണ്ടത്തെ ഏതോ മാമൂലുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ പാർട്ടിയാണ് CPI. അങ്ങനെ തന്നെ നമുക്ക് വിമർശന ബുദ്ധിയ പറയേണ്ടി വരും. അപ്പം CPI-യെ സംബന്ധിച്ചിടത്തോളം ഇനി CPM അല്ലെ LDF ജയിക്കില്ല എന്നുള്ള കാര്യം CPI-ക്ക് ബോധ്യപ്പെട്ടു. അതിനെ ഒന്നുകൂടി ഉലയൂതി കാച്ചിയെടുക്കുകയാണ് ശരിക്കും അന്ന് ചെയ്തത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ എന്താണ് സൈൻ ചെയ്തത്? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജയൻ ചൗധരി എന്ന് പറയുന്ന അവിടുത്തെ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സഹമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേര് ജബി മേത്തർ കൊടുത്തതും വഹാബ് കൊടുത്തതുമായ 2 ചോദ്യത്തിനുള്ള ഉത്തരമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിരുന്നില്ല എന്നുള്ള വിവരം പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൽ ഇത് രണ്ടും പിന്നെ ഒരാൾ ജയൻ ചൗധരി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സഹമന്ത്രി തന്നെ മറുപടി കൊടുത്തു, PM ശ്രീയിൽ CPM അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടിട്ടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ എന്തിനായിരുന്നു ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാതെ CPI പ്രശ്നം ഉണ്ടാക്കിയത്? ഞങ്ങൾ CPI പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അതിനെ ഈ പറയുന്ന UDF ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇന്ന് CPI ചെയ്യുക. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞില്ല. പക്ഷെ അവിടെ CPM പുലർത്തേണ്ട ഒരു മുന്നണി മര്യാദ ഉണ്ടായിരുന്നു. ആ മുന്നണി മര്യാദ പുലർത്താൻ CPM-ന് കഴിഞ്ഞതുമില്ല. CPM എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇതെന്തായാലും LDF എന്ന് പറയുന്ന ഒരു മുന്നണിയാണ്. ഈ മുന്നണിയിൽ ഈ പറയുന്ന ഇത്രയും പാർട്ടികൾ, ജോസ് കെ മാണിയുടെ പാർട്ടി വരെയുണ്ട്, NCP ഉണ്ട്. അതിൽ ആ പാടെ അന്നുണ്ടായിരുന്നത് ഒരു മന്ത്രി മാത്രം ഉള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഇത്രയും മുന്നണികൾ ആരും അറിയണ്ടേ? സത്യത്തിൽ അന്ന് LDF-ലെ പിന്നെ ഏറ്റവും പ്രബല കക്ഷിയായ CPM-ൻ്റെ നേതൃത്വത്തിന് പറ്റിയ അല്ലെങ്കിൽ മുന്നണി നേതൃത്വത്തിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് മുന്നണിയിൽ ചർച്ച ചെയ്യാതിരുന്നത്? അത് വീഴ്ചയാണ്. മുന്നണിയിൽ ചർച്ച ചെയ്യണമായിരുന്നു. ഞങ്ങൾ ഒപ്പിടാൻ പോകുന്ന MOU ആണ് എന്ന് പറയാനുള്ള മര്യാദ CPM കാണിച്ചില്ല, അല്ലെങ്കിൽ CPM നേതാക്കളാരും കാണിച്ചില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ CPI-ക്ക് ഇത് വല്ലാത്ത പ്രശ്നമുണ്ടായി. CPI ശക്തമായി എതിർപ്പുമായി മുന്നോട്ട് വരികയും ചെയ്തു. അത് വലിയ വിഷയമായി. അന്ന് മുതൽ തന്നെ ഈ ബന്ധം ഒലഞ്ഞു തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ CPI വീണ്ടും അടുത്ത തോൽവി, LDF തോൽക്കുന്നു. LDF തോറ്റപ്പോൾ 25 സീറ്റ് ലഭിച്ച പിന്നെ CPI ഇന്ന് താഴേക്ക് വന്നു. അതിനുശേഷം അടുത്തൊരു കാരണം കൂടി പറയാനുണ്ട്. ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഭയങ്കരമായ എതിർപ്പുണ്ട്. പിണറായി വിജയൻ്റെ വേണ്ടി നടത്തുന്ന വ്യക്തി ആരാധനയോട് എതിർപ്പുണ്ട്. അത്തരത്തിലുള്ള പുറത്തു വരുന്നുണ്ട്. അപ്പം ആ വ്യക്തിവൈരാഗ്യം തീർച്ചയായിട്ടും ഉണ്ട്. പിണറായി വിജയനാണ് ഇത്തവണത്തെ LDF-ൻ്റെ തോൽവിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ രാജൻ മന്ത്രിയായിരുന്നു, P പ്രസാദ് മന്ത്രിയായിരുന്നു, GR അനിൽ മന്ത്രിയായിരുന്നു, CPI-യുടെ ചിഞ്ചുറാണി മന്ത്രിയായിരുന്നു.
അങ്ങനെ 4 മന്ത്രിമാരുണ്ടായിരുന്നു. ഇപ്പം അവർക്ക് ഒരു മന്ത്രിമാരും ഇല്ല. ആകപ്പാടുള്ളതെന്ന് വെച്ചാൽ 3-4 MLA 8 MLA-മാരാണ് ഇപ്പോൾ അവർക്കുള്ളത്. അതിലെടുത്ത് പറയത്തക്ക ഒന്ന് ഇദ്ദേഹമാണ് പി പ്രസാദും കെ രാജനും, 2 പേരേ ഉള്ളൂ. വളരെ GR അനിൽ, അങ്ങനെ 3 പേരാണ് അവർക്ക് എടുത്തു പറയാൻ തക്ക ശേഷിയുള്ള എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന, പിന്നെ അല്ലെങ്കിൽ നേരത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന 3 പേര് ഉണ്ടെന്ന് പറയാൻ. ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു പോയി. ഇതൊക്കെ CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ CPM-നൊപ്പം നിന്നുകൊണ്ട് പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് മുന്നണി വിട്ടിട്ട് UDF-ലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇത് കിട്ടുമായിരുന്നു. അതിന് കാരണം എന്താണ്? പിണറായി വിജയനാണ്. അതിനുശേഷം അവർ ചോദിക്കുന്നത് എന്താ? ഞങ്ങൾക്ക് പിന്നെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തരണം. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, UDF-ൽ മുഖ്യമന്ത്രി അന്ന് ഉണ്ടായിരുന്ന സമയത്ത്, പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ ഇരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ ഉപനേതാവായിട്ടിരുന്ന ആരാ? ഇത്രയും തന്നെ സീറ്റുകൾ, വെറും 22 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു അന്ന് പ്രതിപക്ഷ ഉപനേതാവ്. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ ഇവർക്ക് ഉപനേതൃസ്ഥാനം കൊടുത്തുകൂടാ? രണ്ടാമത്തെ കക്ഷിയല്ലേ, കൊടുക്കണം. അത് കൊടുക്കേണ്ട, അല്ലെങ്കിൽ കൊടുക്കാനുള്ള അവകാശമുണ്ട്. കെ രാജൻ റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇന്നും വയനാട്ടുകാർക്ക് കെ രാജൻ എന്ന് പറഞ്ഞ ദൈവമാണ്. അന്ന് പ്രളയം ഉണ്ടായ സമയത്തൊക്കെ റവന്യൂ മന്ത്രിമാർ ശക്തമായ നീക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കൊടുക്കാൻ? അപ്പോൾ തീർച്ചയായും പിണറായി വിജയൻ എന്ന് പറയുന്ന മന്ത്രിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ്. ഇത് കാരണമാണ് ശരിക്കും CPI ഇപ്പം മുന്നണി വിടാനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് CPI ഇപ്പം തൽക്കാലം ഇത്ര MLA-മാരുണ്ടല്ലോ, തൽക്കാലം അവരുടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് കരുതിയിട്ട് നിൽക്കും. എന്നിട്ട് അവസാനം അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് CPI വേറിട്ട് നിൽക്കുകയും CPI നേരെ UDF-ലേക്ക് ചേക്കേറുകയും ചെയ്യും. അപ്പോൾ അവരുടെ ശക്തി ആലോചിച്ച് നോക്കണം. UDF എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ, അല്ലെങ്കിൽ ആ മുന്നണിയുടെ ശക്തി എത്രത്തോളം വലുതാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ സാഹിബിൻ്റെ, അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് നിൽക്കുന്നു, ഇവർ വരുന്നു, നമ്മുടെ CPI കൂടെ വന്നു കഴിയുമ്പോൾ അവരുടെ ഒരു പ്രബലമായ CMB നിൽക്കുന്നു, RMB ഉണ്ട്, പിന്നെ RSP ഉണ്ട്. അവർ ശക്തമായ മറ്റൊരു നിലയിലേക്ക് പോകും. അൺബീറ്റബിൾ എന്ന് പറയുന്ന, ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് UDF മാറുന്നു. ഇത് ശരിക്കും ഇവർ ഒന്നുകിൽ മുന്നണിപരമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തണം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത തവണയും CPM-ൽ പിണറായി വിജയൻ കാണില്ലായിരിക്കും, ഒരുപക്ഷെ വേറെ ആരെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഗതികേടുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് NDA-യുമായിട്ട് ചേരേണ്ടി വരും. BJP-യുമായി കൂടി ചേർന്നുകൊണ്ട് ഒരു കൂട്ടുമുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇത് ശരിക്കും CPI അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ഞങ്ങൾ പാർട്ടി വിടാൻ പോകുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുന്നണി ബന്ധം അവസാനിപ്പിക്കാനുള്ള കാര്യം, അതിനുള്ള എല്ലാ കാരണങ്ങളും അവർക്കുണ്ട്. ഒന്ന്, വ്യക്തിയാരാധന. 2, അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ആവശ്യപ്പെടുന്ന ഉപനേതൃസ്ഥാനം അത് കൊടുക്കുന്നില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഈ PM ശ്രീ പദ്ധതി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഘപരിവാർ ചായ്വ് CPM നടത്തുന്നു എന്നുള്ള ഒരു ആരോപണം. ഇതൊക്കെ കൂടെ ചേരുമ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്.